ഈശംശിയായി സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനുമായി നമ്മൾ പ്രത്യേകം പരിശീലിക്കുന്ന ദിവസങ്ങളാണല്ലോ. വിശുദ്ധഗ്രന്ഥത്തിലെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന മനോഹരമായൊരു സംഭവമാണ് തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന സംഭവം. സ്വപ്നത്തിൽ യോസേപ്പിതാവിന് മാലാഖയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് യോസേപ്പിതാവ് ഉണർന്ന് മാതാവിനെയും ഉണ്ണീശയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. നമുക്കറിയാം, ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ തിരുക്കുടുംബവും ചെയ്ത പ്രത്യേകത എന്താണ്? അവർ ദൈവത്തിൻ്റെ സ്വരം കേട്ട് അതനുസരിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പരിശ്രമിച്ചു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിനൊരു കാരണം നമ്മൾ നമ്മുടെ വഴികൾ തേടുന്നതുകൊണ്ടാണ്. ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകാം, സഹനങ്ങളുണ്ടാകാം, ക്ലേശങ്ങളുണ്ടാകാം, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മുടെ ജീവിതം കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ടാകാം. അവിടെയൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങളും ദുഃഖങ്ങളും വേദനകളുമൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നതിന് കാരണം നമ്മൾ നമ്മുടേതായ രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. തിരുക്കുടുംബം ചെയ്ത കാര്യം എന്താണ്? വലിയ പ്രതിസന്ധി വന്നപ്പോൾ അവർ ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിച്ചു പോയി. ദൈവം നടത്തേണ്ട വഴി ഏതാണോ ആ വഴിയിലൂടെ മാത്രം അവർ തിരഞ്ഞെടുത്തു. ദൈവം നിർദ്ദേശിച്ച വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചു. അവിടെ അവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ എളുപ്പത്തിൽ സാധിച്ചു. പഴയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവർ ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. അവിടെ ഫറവോയുടെയും ചെങ്കടലിൻ്റെയും നടുവിൽ അകപ്പെട്ട ഇസ്രായേൽ സൈന്യത്തെ മോശ ഒരിക്കലും തൻ്റേതായ രീതിയിൽ നയിച്ചില്ല. മോശ ചെയ്തത് ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിച്ചു. അവിടെ ഇസ്രായേൽക്കാർക്കോ മോശയ്ക്കോ ഫറവോൻ്റെ സൈന്യത്തിനോ ഒരിക്കൽ പോലും കണ്ടെത്താനോ മനസ്സിലാക്കാനോ വിചാരിക്കാനോ ചിന്തിക്കാനോ പോലും സാധിക്കാത്ത പുതിയ വഴി ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു. ചെങ്കടലിൻ്റെ നടുവിലൂടെ പുതിയ വഴി വെട്ടി ദൈവം അവരെ അത്ഭുതകരമായിട്ട് രക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലുമൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ പ്രതിസന്ധികളുണ്ടാകാം. നമ്മുടേതായ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് പലപ്പോഴും പരാജയപ്പെടുന്നത്. ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ തിരഞ്ഞെടുത്താൽ ലോകത്തിനോ മനുഷ്യർക്കോ ചുറ്റുമുള്ളവർക്കോ കൂടെ നിൽക്കുന്നവർക്കോ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത, ചിന്തിക്കാൻ പോലും പറ്റാത്ത പുതിയ വഴികളിലൂടെ ദൈവം നമ്മളെ നയിക്കും. അത് വിജയത്തിൻ്റെ വഴികളായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നടത്തുന്ന വഴികളെ സഞ്ചരിക്കാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയോടും തിരുക്കുടുംബത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.